കാസർഗോഡ് ബേക്കൽ മൗവലിൽ 16-കാരിയെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇസ്മായിലിന്റെ മകൾ ഫാത്തിമത്ത് റിൻസയാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ബേക്കൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. +1 ആദ്യത്തെ 2 അലോട്ട്മെന്റിലും റിൻസയ്ക്ക് സീറ്റ് ലഭിച്ചിരുന്നില്ല. ഇതിന്റെ മനോവിഷമത്തിലായിരിക്കും ജീവനൊടുക്കിയതെന്നാണ് സംശയിക്കുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. ബൈജു, സ്വാഭാവികമായും ഈ 10ാം ക്ലാസ് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ആശങ്ക ഇതാണ്. +1 പഠനം, ഉപരിപഠനം, അതിന് അഡ്മിഷൻ കിട്ടുമോ? നല്ല സ്കൂളിൽ അവർ ആഗ്രഹിക്കുന്ന വീടിനടുത്തുള്ള സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി അതിൻ്റെ വലിയ മാനസിക സമ്മർദ്ദം ആ കുട്ടികളെ അലട്ടാം. പക്ഷെ അവർക്ക് അഡ്മിഷൻ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ ഇത്തരമൊരു വിഷയം ഇത് തന്നെയാണ്, ഈ അഡ്മിഷൻ വൈകിയതാണ്, അല്ലെങ്കിൽ 2 അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കാതിരുന്നതാണ് റിൻസയെ മാനസികമായി തളർത്തിയത്. അതാണ് ജീവനെടുക്കാനുള്ള കാരണമെന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ആത്മഹത്യക്കുറിപ്പോ മറ്റോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോമേ, അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇതിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരമാണ് ഇത്തരത്തിൽ ഈ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ 2 അലോട്ട്മെന്റിലും പ്രിൻസിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ പഠിക്കാൻ സാധിച്ചില്ല. അത് ആ ഒരു മനോവിഷമത്തിൽ ആകാം എന്ന ഒരു പ്രാഥമിക നിഗമനമാണ്. പക്ഷേ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നതും സംബന്ധിച്ചും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നോക്കിയാൽ ഇത്തരത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ ആദ്യം തുടക്കത്തിൽ ഇത്തരം കാര്യങ്ങളാണെങ്കിൽ പിന്നീട് അത് വലിയ ദുരൂഹതയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ കേസിൽ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം, അത് പ്രദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് വീടിന് അടുത്ത് തന്നെ ഇങ്ങനെ പഠിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഒരുങ്ങണമെന്നില്ല. എന്തായാലും സീറ്റ് ലഭിക്കും. +1 അങ്ങനെ സീറ്റ് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകാറില്ല. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇപ്പോൾ അത്തരം പരാതികളില്ല. പക്ഷേ അതിന് കാത്തു നിൽക്കാതെ അങ്ങനെയാണെങ്കിൽ ഈ രീതിയിലാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതെങ്കിൽ അത് വലിയ തോതിലുള്ള ഒരു ദുഃഖകരമായ ഒരു കാര്യമായി മാറുമെന്നതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ഇങ്ങനെ വീട്ടിലെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിലാണ് ഈ ഫാത്തിമത്ത് റസീനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.